ഒരു തരത്തിലും അമേരിക്കയുടെ ഭാഗമാകില്ല, രൂപത്തിലും ഭാവത്തിലും ഒന്നും. പറയുന്നത് വേറെ ആരുമല്ല, കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. കാനഡ ഞങ്ങളെടുക്കുമെന്ന ട്രംപിന്റെ നിരന്തരമായ പ്രസ്താവനകൾക്ക് കനേഡിയൻ ഭരണകൂടം നൽകിയ കൃത്യമായ മറുപടി കൂടിയായിരുന്നു അത്. കാനഡ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ US ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 18-ാം നൂറ്റാണ്ട് മുതലേ അതിന് കച്ചകെട്ടിയിറങ്ങിയതാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ വാശിയെ അദ്ദേഹത്തിന്റെ പൂർവികർ തുടങ്ങിവെച്ച ദൗത്യത്തിന്റെ തുടർച്ചയായേ കാണാനാകും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രൂപം കൊണ്ട കാലം മുതൽ കാനഡയെ കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമാണ്. ഒരു തരത്തിൽ US രൂപപ്പെടുന്നതിന് മുൻപ് ദി ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന ഭരണഘടനയുടെ ആദ്യ രൂപം പോലും കാനഡ US അധീനപ്പെട്ടിരിക്കുന്നുവെന്നും US എന്ന യൂണിയൻ കൊണ്ടുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും കാനഡയ്ക്ക് അവകാശപ്പെടാമെന്നും പ്രതിപാദിക്കുന്നുണ്ട്. 1787 US കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുമ്പോൾ ക്യൂബക്ക്, നോവാ സ്കോഷ്യ, ന്യൂ ഫൗണ്ട്ലാൻഡ് എന്നീ പ്രദേശങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ചെറിയൊരു രാജ്യമായിരുന്നു കാനഡ. ഇവിടുത്തെ ജനങ്ങൾ ഭൂരിഭാഗവും കത്തോലിക്കരും ഫ്രഞ്ച് സംസാരിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻ ന്യൂ ഇംഗ്ലണ്ടേഴ്സ് എന്നറിയപ്പെട്ട ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ആളുകൾ നയിക്കുന്ന ഒരു രാജ്യവുമായി സന്ധി ചേരാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലണ്ടനിൽ നിന്നുള്ള അധികാര പ്രയോഗം തന്നെ അവർക്ക് അസഹനീയമായിരുന്നു. പക്ഷേ 1774 ക്യൂബെക് ആക്ട്സ് പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് അവർക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകി വന്നിരുന്നു. ഇതിനാൽ അവരിതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതുമില്ല. കത്തോലിക്ക രീതി പിന്തുടരാനും ഫ്രഞ്ച് യഥേഷ്ടം ഉപയോഗിക്കാനും ഫ്രഞ്ച് സിവിൽ നിയമം പുനഃസ്ഥാപിക്കാനുമൊക്കെ ഈ നിയമം അവർക്ക് അധികാരം നൽകിയിരുന്നു. തന്നെയുമല്ല, ആ സമയം കാനഡയുടെ ഏറെക്കുറെ വ്യാപാര ബന്ധങ്ങളെല്ലാം ബ്രിട്ടനുമായി ചേർന്നായിരുന്നു. കാനഡയുടെ മൃഗത്തോൽ, മത്സ്യവ്യാപാരങ്ങളെല്ലാം ബ്രിട്ടനുമായുള്ള സഹകരണത്തിൽ തെറ്റില്ലാതെ നടന്നു വന്നു. ബ്രിട്ടീഷ് കപ്പലുകൾക്ക് കനേഡിയൻ തുറമുഖങ്ങളിൽ ആധിപത്യം നിലനിർത്താൻ പ്രത്യേകം നിയമനിർമ്മാണം പോലും ഉണ്ടായിരുന്നു. ഇതിനു പകരമായി അന്ന് ബ്രിട്ടന്റെ കീഴിലായിരുന്ന കരീബിയൻ കോളനികളിൽ നിന്ന് കാനഡ പരുത്തി, റമ്മ്, പഞ്ചസാര പോലെയുള്ള വസ്തുക്കൾ സുലഭമായി ഇറക്കുമതിയും ചെയ്തു. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞത്. അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനിക്കാർ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭരണത്തിനെതിരെ സമരം തുടങ്ങി. 1775 മുതൽ 1783 വരെ നടന്ന അമേരിക്കൻ വിപ്ലവത്തിൽ നിരവധി യുദ്ധങ്ങൾ നടന്നു. കോളനികൾ സ്വാതന്ത്ര്യം നേടി. പലതും അമേരിക്കയ്ക്ക് കീഴിൽ സ്വതന്ത്ര രാജ്യവുമായി. പക്ഷേ ഈ കാലം ആയപ്പോഴേക്കും കാനഡയും ബ്രിട്ടനും വ്യാപാരപരമായി വളരെയധികം ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപ്ലവകാരികളുടെ വിജയാഘോഷം മരണമണിയായി കാനഡയ്ക്ക് തോന്നി തുടങ്ങി. അവർ അമേരിക്കയുടെ കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കാൻ ആരംഭിച്ചു. പക്ഷേ ഈ എതിർപ്പൊന്നും വകവയ്ക്കാതെയായിരുന്നു അമേരിക്കയുടെ മുന്നേറ്റം. ബ്രിട്ടനിൽ നിന്ന് കാനഡയ്ക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്ക കനത്ത പരിശ്രമം തന്നെ തുടങ്ങി. ഈ പരിശ്രമം വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. അമേരിക്കൻ വിപ്ലവത്തിന്റെ മറക്കാനാവാത്ത നിന്ദ്യമായ ഒരു ഏടായിരുന്നു 1775 കാനഡയിൽ നിന്ന് ക്യൂബക്ക് പിടിച്ചെടുക്കാൻ അമേരിക്ക വലിയ പട നയിച്ച വർഷമാണിത്. പക്ഷേ തികച്ചും ബലഹീനമായ നേതൃത്വവും അംഗസംഖ്യയിലെ പോരായ്മയും സമരതന്ത്രങ്ങൾ നടപ്പാക്കുന്നതിലുണ്ടായ വീഴ്ചയും ഒക്കെ കാരണം കാനഡയ്ക്ക് മുന്നിൽ അമേരിക്ക അടിയറവ് പറഞ്ഞു. എന്നാൽ തോറ്റ് പിന്മാറാൻ US ഒരുക്കമായിരുന്നില്ല. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച 1776 അടുത്ത ശ്രമം നടത്തി US. പക്ഷെ അതും വിജയം കണ്ടില്ല. അതിൽ പിന്നെ ബ്രിട്ടനുമായുള്ള 1812 യുദ്ധം വരെ കാനഡ പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചതുമില്ല. 1812 കാനഡയ്ക്ക് മേൽ US നടത്തിയ ശക്തമായ കടന്നുകയറ്റമായിരുന്നു. ബ്രിട്ടനുമായി ഉണ്ടായിരുന്ന സമുദ്ര സംബന്ധിയായ വഴക്കുകളിൽ വിലപേശുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും കാനഡയെ അമേരിക്ക നോട്ടമിട്ടിരുന്നത്. ഇത് മുന്നിൽ കണ്ട് 3 ഘട്ടമായുള്ള ആക്രമണമായിരുന്നു അമേരിക്കയുടെ പദ്ധതി. എന്നാൽ ബ്രിട്ടന്റെയും നേറ്റീവ് അമേരിക്കൻസിന്റെയും പിന്തുണയോടെ ഈ ശ്രമവും തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു കാനഡ. പിന്നീട് 1861 US സിവിൽ വാറിന്റെ സമയത്താണ് വീണ്ടും ഒരു ശ്രമവുമായി അമേരിക്ക എത്തുന്നത്. ബ്രിട്ടനുമായുള്ള ബന്ധം മൂലം കാനഡ നിർബന്ധിതമായി US സന്ധി ചേരണമെന്ന് പലയിടത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നു. പക്ഷേ ഇതും നടപ്പിലായില്ല. ഇതിനിടെ സിവിൽ വാർ അവസാനിച്ച തൊട്ടടുത്ത വർഷം 1866 ജൂണിൽ ഏകദേശം 1500ഓളം ഐറിഷ് അമേരിക്കൻസ് നയാഗ്ര വഴി കാനഡയിലേക്ക് കടന്നു കയറി. ഒരു മിന്നലാക്രമണം തന്നെ അവർ നടത്തി. അയർലൻഡിനെ ബ്രിട്ടനിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര രാജ്യമാക്കുന്നതിന് കാനഡയെ വെച്ച് വിലപേശുകയായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം. ഈ ശ്രമം പക്ഷേ വിജയം കണ്ടു. കനേഡിയൻ സൈനികരിൽ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും പരാജയപ്പെടുത്താൻ അവർക്കായി. പക്ഷെ കാനഡയ്ക്കായി ബ്രിട്ടീഷ് സൈന്യം ഇരച്ചെത്തിയതോടെ ഇവർ പിൻവാങ്ങി. പിന്നീട് മോൺട്രിയലിന് തെക്കും ഇവർ ആക്രമണത്തിന് മുതിർന്നെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ കാനഡയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ US ഒരുക്കമായിരുന്നില്ല. 1870 1871 സമാന രീതിയിൽ US ഭാഗത്തു നിന്ന് സൈനിക മുന്നേറ്റങ്ങൾ ഉണ്ടായി. ഇവയെല്ലാം കാനഡ അതിസമർത്ഥമായി പ്രതിരോധിക്കുകയും ചെയ്തു. പിന്നീട് കാനഡയ്ക്കെതിരായി വലിയൊരു ആക്രമണത്തിന് US പദ്ധതിയിട്ടിരുന്നു. 1927 ഇത്.
വാർ പ്ലാൻ റെഡ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി കാനഡയിലേക്ക് ഇരച്ചു കയറുക, നോവാസ്കോഷ്യയെ വിഷവാതകം ഉപയോഗിച്ച് വാസയോഗ്യമല്ലാതാക്കുക, ബ്രിട്ടനും കാനഡയും തമ്മിലുള്ള സമുദ്രാന്തര വാർത്താവിനിമയം നശിപ്പിക്കുക ഇവയൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു. എന്നാൽ ഇത് ഭാഗ്യവശാൽ നടന്നില്ലെന്ന് മാത്രമല്ല, കാനഡയെ പിടിച്ചെടുക്കാനുള്ള ശ്രമം അതോടെ US ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് 2024 ട്രംപാണ് ഈ ആവശ്യം പൊടി തട്ടിയെടുക്കുന്നത്. ഇനി US-നെ വലിയ രീതിയിൽ പ്രതിരോധിച്ചെങ്കിലും US-നോട് ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരും കാനഡയിലുണ്ട്. ജനാധിപത്യപരമായ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 1840-ൽ അപ്പർ കാനഡയിൽ ഉണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ്സ് US-ൽ ചേരാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിരുന്നു. ഫ്രഞ്ച് കനേഡിയൻ ആധിപത്യത്തിൽ നിന്ന് രക്ഷ നേടാൻ 1850-ൽ ക്യൂബക്കിലുള്ള അമേരിക്കൻ കുടിയേറ്റക്കാരും ശ്രമം നടത്തി. 1871-ൽ കാനഡയിലേക്ക് ചേരുന്നതിന് മുൻപ് അമേരിക്കയുമായി സന്ധി ചേരാൻ ബ്രിട്ടീഷ് കൊളംബിയയിലെ ജനങ്ങളും അപേക്ഷ നൽകിയിരുന്നു. ഈ നീക്കത്തിലെ സുപ്രധാന ഏടുകളായിരുന്നു ന്യൂ ഫൗണ്ട്ലാൻഡിലെ ഇക്കണോമിക് യൂണിയൻ പാർട്ടിയും സസ്കാച്ചുവാനിലെ യൂണിയനിസ്റ്റ് പാർട്ടിയും 1950-ലും 1960-ലുമായി US-ൽ ചേരാൻ സമ്മതം അറിയിച്ചത്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചായിരുന്നു ഈ നീക്കം. പിന്നീട് 1980-ൽ പാർട്ടി 51 എന്ന പാർട്ടി ക്യൂബക്ക് US-മായി സന്ധി ചേരേണ്ടതിന്റെ ആവശ്യകത വിവരിച്ച് മുന്നോട്ട് വന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ പാർട്ടി പിന്നീട് പിരിച്ചുവിടുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഒരു സർവേയിൽ US-ൽ ചേരുന്നതിനെ 80% കാനഡക്കാരും എതിർക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഒരു കാലത്തും US-ൽ ചേരില്ലെന്നും കാനഡ കനേഡിയൻസിന്റേത് മാത്രമാണെന്നും ഊന്നി പറയുകയാണ് ജനങ്ങൾ. ഒരു തരത്തിൽ കാനഡയുടെ നിലവിലെ സമീപനത്തെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മി സിംഗിന്റെ വാക്കുകളിൽ ഇങ്ങനെ വിവരിക്കാം: നുണ പറയുന്നത് നിർത്തൂ ട്രംപ്. ഒരു കനേഡിയനും നിങ്ങൾക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കനേഡിയൻസ് ആണ്. പരസ്പരം താങ്ങാവുന്നതിലും ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിലും അഭിമാനിക്കുന്നവർ. നിങ്ങളുടെ പ്രഹരങ്ങൾ ഇരുവശത്തും പരിക്കുകൾ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾ കാനഡയെ വിലയ്ക്ക് വാങ്ങാൻ വന്നു. അതിന് കനത്ത വില നൽകേണ്ടി വരും.